ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ചിക്കൻ വെക്കൽ, 1/4 പ്ലേറ്റ് പ്രോട്ടീൻ. അപ്പോൾ ഞാനൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കും. നാടൻ രീതിയിൽ മൺചട്ടിയിൽ വെക്കണം. ഞാൻ തീയൊക്കെ വെച്ച് മൺപാത്രത്തിൽ വെക്കാൻ വിചാരിച്ചു. വരഞ്ചട്ടിയാണ്, ചൂടാക്കാൻ വെച്ചിരിക്കുക. വെള്ളം ഫുള്ള് പടിയാൻ വേണ്ടിയിട്ട് മാക്സിമം പടിഞ്ഞു. ഇനി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ വെച്ചു, വെളിച്ചെണ്ണ കായാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഗായ്സ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുരുമുളകും ജീരകവും നന്നായി ഇളക്കി വരണം. ഇത് പെട്ടെന്ന് അടി പിടിക്കും. തീ വന്നിട്ട് ലൈറ്റായിട്ട് വെക്കാൻ പറ്റില്ല. ഗ്യാസിലാകുമ്പോൾ സ്ലിമ്മായി വെക്കാം. അടുപ്പായതുകൊണ്ട് തീ നമ്മൾ മാനുവലായിട്ട് തന്നെ ഫിസിക്കലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം. അടുത്ത് ചുവന്നുള്ളി അരച്ചത്, റൈസ് സെൻ്ററിൽ നിന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മിക്സാണ്. അടുപ്പ് ലൈറ്റായിട്ട് വെക്കാൻ പാടുള്ളൂ, ഇനി പെട്ടെന്ന് അടി പിടിക്കും. ഓക്കെ, റെഡി. ഇനി കുറച്ച് നാട്ടെ 2 മിനിറ്റ്. തക്കാളിയും പച്ചമുളകും നന്നായി ഇളക്കി കൊടുക്കുക. കുരുമുളകും ജീരകവും കൂടി അരച്ച് വെച്ചത്, ഓക്കെ, അത് വിട്ടു. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. കുരുമുളകും ജീരകവും കംപ്ലീറ്റ് നന്നായി മിക്സാണ് മസാലയോടെ. തീ വന്നിട്ട് സ്ലിമ്മിൽ വെക്കാൻ പാടുള്ളൂ. കുറച്ചൊന്ന് ആകട്ടെ. ഇത് മല്ലിപ്പൊടി, ഈ മല്ലിപ്പൊടി ഫുള്ളായിട്ട് ഇടാൻ വേണ്ടി പോവാം. ഓക്കെ, മല്ലിപ്പൊടി കൊട്ടാൻ വേണ്ടി പോണ്. മല്ലിപ്പൊടി ഉള്ള കൊട്ടി. ഗൈസ്, അപ്പോൾ ഒരു 4 സ്പൂൺ മുളക് പൊടി. 1 2 3 4. ഓക്കെ, ഉപ്പിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഇടുമ്പോൾ തീ വന്നിട്ട് സ്ലിമ്മിൽ വേണം വെക്കില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. മല്ലിപ്പൊടിയൊക്കെ വേണം പെട്ടെന്ന് കരിക്കും. അപ്പോൾ ലൈറ്റായിട്ട് ചൂട് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് നന്നായി കറിവേപ്പില, തീ കത്തിക്കാൻ പാടുള്ളതിലും ലൈറ്റായിട്ട് ചൂട് മാത്രമേ പാടുള്ളൂ. കറിവേപ്പില ഇട്ടു, അത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ ഒരു നാടൻ രീതിയാണത്. എല്ലാം നമ്മൾ അരച്ച് കൂട്ടാൻ വെക്കുന്നത്. പൊടികൾ പറയാൻ മറ്റേ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ പൊടിയായിട്ട് ഐറ്റംസ് ഉള്ളൂ. ബാക്കി നമ്മൾ മാക്സിമം അരച്ച് വെച്ചതാണ്. കുക്കറിൽ ഇറച്ചി വേകാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഫുൾ ഗ്യാസ് കഴിഞ്ഞു. ഇറച്ചി ഇറക്കട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് ചിക്കൻ വേവിച്ചാണ്, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നൈസിൽ ഇതിനെടുത്തിട്ട് നമ്മളതിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യൽ മീൻസ് ഇടുക. ഫുൾ ഓയിലെടുത്തില്ല. ഈ വെള്ളം ഒഴിക്കണം. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് കരയിലിടുന്നത്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് എടുത്ത് കൊട്ടിയാൽ മതി. ചിക്കൻ ഇട്ടു, നന്നായി ഇളക്കി കൊടുക്കുക. ആ മസാല കംപ്ലീറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. അടിയിൽ നിന്നിട്ട് നന്നായി ഇളക്കി വിടുക. നന്നായി ഇളകണം. അടിയിൽ നിന്ന് വലിച്ചിട്ട് ഇളക്കണേ. നമ്മൾ അടിയിലെ മസാല ഇളക്കുന്നത്. അപ്പോൾ നന്നായി ഇളക്കിയാലേ വെള്ളത്തിന് നന്നായി മിക്സ് ആവുള്ളൂ. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നന്നായിട്ട് കത്തിച്ച് കൊടുക്കുക. ഈ ചാറ് മാക്സിമം പറ്റുന്ന പോലെ ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് തീ നന്നായി കത്തിച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ലോല വെച്ചത് അടി പിടിക്കേണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ ഇട്ടതുകൊണ്ട് നന്നായി കത്തിക്കുക. നന്നായി കത്തിച്ച് കൊടുക്കുക. ചിക്കൻ ഇട്ടുകൊണ്ട് അത് നന്നായിട്ടൊന്ന് വറ്റട്ടെ. അല്ലേ, നന്നായി ഒന്ന് വറ്റിക്കോട്ടെ. കളിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിഞ്ഞ് ഒന്ന് വെറുതെ ഇളക്കി കൊടുക്കുക. റഫായിട്ട്, ഒരുപാട് ഇത് ചെയ്യണ്ട, ഉടയും. ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, റെഡി. വീണ്ടും മൂടി വയ്ക്കാം. ഫൈനലായിട്ടൊരു സാധനം കൂടി ഇടാണ്ട്. നന്നായി തിളച്ച് വന്നു. കൊത്തമല്ലി തഴ
കൊത്തമല്ലി കൂടിയിട്ട് ഒന്നിട്ട് വിടാം നന്നായിട്ട്. ഫൈനലാണ്. കൊത്തമല്ലി കൂടി ഇട്ട് വിട്ടു. ഓക്കെ റെഡി. ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒറ്റ അടുക്ക്. ഓക്കെ റെഡി. എന്താണെന്ന് വെച്ചാൽ കൊത്തമല്ലി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇതാട്ടെ. ഓക്കെ, ഇനി ഒന്ന് കുറച്ച് കുറുകി കഴിഞ്ഞാൽ ഇറക്കാം തന്നെ. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഒരു 80% കൊണ്ടായി. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇറക്കാം. ചാറ് നന്നായി കുറുകി വന്നു. അപ്പോൾ ചിക്കൻ കറി റെഡി. ഇനി അടുത്ത് ചോറിട്ടിട്ട് നന്നായിട്ടൊരു കഴിക്കുക. അങ്ങനെ ചിക്കൻ റെഡി. അതിന് ഫൈനലി ചിക്കൻ കറി കൊണ്ട് ഇറക്കിയൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞു. സെറ്റായി. ഇനി ചോറെടുത്ത് ചിക്കനിൽ പിടി പിടിക്കാം. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു. നൈസ് ചോറിനോട് എടുത്തിട്ടെ. സെറ്റ് ഗൈസ്, നല്ല ചൂടുണ്ട്. പക്ഷേ നന്നായി വന്നിട്ടുണ്ട്. സെറ്റ്. മൈ സ്പെഷ്യൽ ഇന്നത്തെ ചിക്കൻ കറി. ഞാൻ ആദ്യമായിട്ട് വെച്ചാണ് ചിക്കൻ കറി. എങ്ങനെ നോട്ടെ. കുഴപ്പമില്ല. ഞാൻ തന്നെ വെച്ചുകൊണ്ട് എനിക്കൊന്നും വ്യത്യാസമൊന്നും അറിയുന്നില്ല. കുറച്ച് മുളക് കൂടി മാത്രം കമ്മി പോലുണ്ട്. എരിവ് മാത്രം കമ്മി. അത് കുരുമുളക് ഇട്ടുണ്ട്, എരിവ് മാത്രം കമ്മി. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ. എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, വീട്ടിൽ ഷെയർ ചെയ്യുക ഗായ്സ് എല്ലാവരും.